ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ഫസ്റ്റായിട്ട് കാണുകയാണെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. അപ്പോൾ നമുക്ക് വീഡിയോ എന്തായെന്ന് നോക്കാം. വീഡിയോയിൽ ഫസ്റ്റ് കാണിക്കുക എന്ന് പറഞ്ഞാൽ നയനയും അനിയും ഒക്കെ കല്യാണം വിളിക്കാൻ വേണ്ടി വന്നിട്ടാണുള്ളത് നയനയുടെ വീട്ടിൽ. അപ്പോൾ അവിടെ നയനയുടെ അച്ഛനും നന്ദുവാണ് ഉള്ളത്. അപ്പോൾ നന്ദുവിനെ അവിടെ പുറത്തൊന്നും കാണാനില്ല, നന്ദു ഉള്ളിലാണുള്ളത്. അപ്പോൾ അച്ഛനോട് ചോദിക്കുകയാണ്, നന്ദു എവിടെ അച്ഛാ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയാണ്, നന്ദു റൂമിലുണ്ട് മോളെ, നിങ്ങളെല്ലാവരും ഇരിക്ക് എന്ന് പറയാണ്. അനിയുടെ അമ്മ പറയാണ്, നന്ദുവിന് എന്തൊക്കെയോ വിഷമങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് നയന മോള് വന്നിട്ടുള്ളത്. അനിയത്തിയുടെയും ചേച്ചിയുടെയും ഒക്കെ പ്രശ്നങ്ങൾ ഈ വീട്ടിലുണ്ടായിരുന്നപ്പോൾ സോൾവ് ചെയ്തത് നന്ദു ആയിരുന്നു. സോറി, നയന മോളാണെന്ന് ഞങ്ങൾക്കൊക്കെ അറിയാം. എന്നാൽ പിന്നെ നന്ദുവിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് നയന മോളെ കൊണ്ട് തന്നെ അതും കൂടി സോൾവ് ചെയ്യിപ്പിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് നയന മോള് 2 ദിവസം നിൽക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് വന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ 2 ദിവസം നയന ഇവിടെ നിന്നിട്ട് ആ പ്രശ്നങ്ങളൊക്കെ ഒന്ന് തീർത്തിട്ട് വരട്ടെ. നന്ദു മുറിയിൽ തനിച്ചിരിക്കുകയാണ്. അവിടെ നയന വന്നിട്ട് പറയാണ്, മോളെ എന്ന് പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു, ചേച്ചിയോ? ചേച്ചി തന്നെ, ഞങ്ങൾ വന്നിട്ട് നീ അറിഞ്ഞില്ലല്ലോ. നീ ഇവിടെ എന്തെടുക്കുക? ഒന്നുമില്ല ചേച്ചി, ദേ കല്യാണം വിളിക്കാൻ വേണ്ടിയിട്ട് അനിയും അവൻ്റെ അമ്മയും വന്നിട്ടുണ്ട്. ആ സമയത്ത് നീ ഇതിനകത്ത് കയറിയിരുന്നാലോ? നീ ഇങ്ങ് വന്നേ. വേണ്ട ചേച്ചി, അവർ കല്യാണം വിളിച്ചിട്ട് പോയിക്കോട്ടെ. നീ എന്താ പറഞ്ഞേ? കല്യാണം വിളിച്ചിട്ട് പോയിക്കോട്ടെ എന്നോ? ആരാ വന്നിരിക്കുന്നത് എനിക്കറിയില്ലേ? അതായത് എൻ്റെ ഭർത്താവിൻ്റെ അനിയൻ മാത്രമല്ല, നിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് അനി. എന്നിട്ട് അവൻ കല്യാണം വിളിക്കാൻ വേണ്ടി വന്നപ്പോൾ അവനെ കാണണ്ടെന്നാണോ നീ പറയുന്നത്? അവൾ ബെഡിൽ നിന്നും പതിയെ എണീച്ച് എന്നിട്ട് പറയാണ്, എനിക്കിപ്പോൾ ആരെയും ഫേസ് ചെയ്യുന്നത് ഇഷ്ടമല്ല ചേച്ചി. അങ്ങനെയുള്ള കോംപ്ലക്സ് നിനക്കിപ്പോൾ ഉണ്ടാവാനുള്ള കാരണം എന്താ? കുറേ നാളായിട്ട് നിന്നെ ഞങ്ങളെല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ അമ്മയും കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഏതായാലും ഇനി ഞാൻ 1-2 ദിവസം ഇവിടെ കാണും. ദേ, അതിനുള്ളിൽ നിൻ്റെ മനസ്സിലുള്ളത് കൃത്യമായിട്ട് എന്നെ അറിയിച്ചിരിക്കണം. നിന്നെ പഴയ നന്ദു ആക്കിയിട്ടേ ഞാൻ പോകുന്നുള്ളൂ. എനിക്കൊരു കുഴപ്പമില്ല ചേച്ചി. അപ്പോൾ നയന പറയാണ്, എന്നും മറ്റുള്ളവർക്ക് കൂടി തോന്നണ്ടേ? നീ ഇപ്പോൾ പഴയ നന്ദു അല്ല, പൂർണ്ണമായിട്ട് മാറിയിരിക്കുക. നിന്നെ അറിയാവുന്ന ആർക്കും അത് മനസ്സിലാവും. നീ ഇങ്ങോട്ട് വന്നേ, എനിക്ക് അവർക്ക് ചായ ഇട്ട് കൊടുക്കണം. ആ സമയത്ത് നീ അവരുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കേ. ഞാൻ എന്ത് സംസാരിക്കാനാ ചേച്ചി? അതും ഞാനാണോ നിനക്ക് പറഞ്ഞു തരേണ്ടത്? അല്ലെങ്കിൽ അനി വന്നു എന്നറിഞ്ഞാൽ ഓടി വന്ന് നമ്മളത്തേക്ക് വരുമായിരുന്നല്ലോ. പിന്നെ സംസാരത്തോട് സംസാരമായിരുന്നു. ഇപ്പം എന്താ അതിനൊരു മാറ്റം? ഇപ്പം ഞാൻ ആരോടും അങ്ങനെ മിണ്ടാറില്ല. മനസ്സിലായി. നിൻ്റെ ഫ്രണ്ട്സേ കഴിഞ്ഞ ആഴ്ച വീട്ടിൽ വന്നായിരുന്നു. അവന്മാർ അമ്മയെ കണ്ട് എന്തോ സീരിയസ് ആയിട്ടാണ് സംസാരിച്ചിട്ട് പോയത്. ഞാൻ ചോദിച്ചിട്ട് അമ്മ അതിനെപ്പറ്റി വ്യക്തമായിട്ടൊന്നും പറഞ്ഞുമില്ല. എന്തായാലും നിൻ്റെ മാറ്റം അവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ട്. എല്ലാം തുറന്നു പറയുന്ന എൻ്റെ അടുത്തും നീ എന്തൊക്കെയോ മറക്കുന്നുണ്ട്. അതെന്താണെന്ന് കണ്ടുപിടിച്ചിട്ടേ ഞാൻ പോകുന്നുള്ളൂ. വരാൻ. അപ്പോൾ അനിയുടെ അമ്മ അച്ഛനടുത്ത് പറയാണ്, ഇവൻ്റെ കല്യാണം മുന്നിൽ നിന്ന് നടത്തുന്നതൊക്കെ ഏട്ടത്തിയും ഏട്ടനുമാണ്. പിന്നെ ആദർശം. ഞങ്ങൾ അത്യാവശ്യം കല്യാണം വിളിയൊക്കെയേ ഉള്ളൂ. കൊച്ചുമക്കളിൽ ഏറ്റവും ഇളയവനല്ലേ, അതുകൊണ്ട് ആർഭാടമൊട്ടും കുറയ്ക്കണ്ടെന്ന് എല്ലാവരും പറയുന്നത്. അപ്പോഴേക്കും നയനയും നന്ദുവും അവിടേക്ക് വന്നു. എന്നിട്ട് അനിയുടെ അമ്മ പറയാണ്, മോളകത്ത് കയറി കഥകടച്ചിരിക്കുകയാണോ? എന്താ ഇവൾക്ക് പറ്റിയത്? ഇപ്പോൾ പഴയതുപോലെ സ്മാർട്ടില്ലല്ലോ. അപ്പോൾ നന്ദു അച്ഛനെ നോക്കുകയാണ്, അച്ഛൻ അനിയെ നോക്കുകയാണ്. എന്നിട്ട് വീണ്ടും അച്ഛൻ പറയാണ്, അത് മോൾക്ക് ഇവിടുന്ന് എല്ലാവരും പോയതിൻ്റെ സങ്കടമാണെന്നാണ് തോന്നുന്നത്. അതുകൊണ്ടാണ് ചേച്ചിയോട് ഇവിടെ വന്ന് 2 ദിവസം നിൽക്കാൻ പറഞ്ഞത്. ഇവർ തമ്മിൽ വലിയ കമ്പനി ആയിരുന്നു. അതുകൊണ്ട് ഞാൻ അനിയോട് പറഞ്ഞതാ, ഇവൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കണമെന്ന്. എന്നിട്ടോ അനിയെ കൊണ്ടത് പറ്റിയില്ല. പിന്നെ നാന പറയാണ്, അതെ, നിങ്ങളെല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കെ, ഞാൻ പോയി ചായ എടുത്തിട്ട് വരാം. അയ്യോ, ചായ ഒന്നും വേണ്ട എന്ന് അനിയുടെ അമ്മ പറയാണ്. അപ്പം നാന പറയാണ്, അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, വല്ലപ്പോഴും കൂടിയല്ലേ ഇങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ പിന്നെ ഒരു ചായ ഒക്കെ കുടിക്കാം. നാന പോയി കഴിഞ്ഞപ്പോൾ നന്ദു അനിയെ തന്നെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ അനിയുടെ അമ്മ പറയാണ്, നിങ്ങൾ വലിയ കൂട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ എന്താ അനിയരെ പോലെ ഇരിക്കുന്നത്? അപ്പോൾ അനി ചോദിക്കുകയാണ്, നന്ദു ഇന്ന് പുറത്തോട്ടൊന്നും പോയില്ലേ? ഇല്ല, മഴയൊക്കെ അല്ലേ. അപ്പോൾ അച്ഛൻ പറയാണ്, കുറച്ച് കൂട്ടുകാരുണ്ട് ഇവൾക്ക്, കൂടുതലായിട്ടും ആൺകുട്ടികളാണ്. എല്ലാവരും നല്ല പിള്ളേരാണെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നത് കണ്ടാൽ കൂട്ടത്തോടെ പോയി തല്ലും. അത് കാരണം പുറത്തേക്കെങ്ങും പോകണ്ട എന്ന് ഞാൻ പറഞ്ഞിരിക്കുക. പിന്നെ ഞാൻ മാത്രമല്ലേ ഉള്ളൂ ഇവിടെ. മോളുടെ എക്സാം കഴിഞ്ഞില്ലായിരുന്നോ?
ഇനി ഒന്നോ രണ്ടോ വിഷയം മാത്രമേ ഉള്ളൂ. പഠിച്ച് എത്രയും പെട്ടെന്ന് തന്നെ നല്ലൊരു ജോലി സമ്പാദിക്കണം. അത് കഴിഞ്ഞ് മതി വിവാഹം. അതായത് നീയുടെ അമ്മ പറയാണ്, ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾക്ക് പെട്ടെന്ന് കല്യാണം കഴിക്കാനൊന്നും ആർക്കും ഇഷ്ടമല്ലല്ലോ. മറ്റുള്ളവരെ തണലിൽ ജീവിക്കുന്നതിനേക്കാളും നല്ലത് നല്ലൊരു പണിയും ജോലിയൊക്കെ ആയിട്ടതിന് ശേഷം നോക്കുന്നതല്ല നല്ലേ എന്നാണ് ഇന്നത്തെ കാലത്തെ കുട്ടികൾ ചിന്തിക്കുന്നത്. അത് ശരിയാ. കല്യാണം കഴിഞ്ഞാൽ പല ബന്ധങ്ങളും നിലനിൽക്കുന്നത് വളരെ ചുരുങ്ങിയ കാലയളവ് മാത്രമാണ്. ആ നിലക്ക് പെൺകുട്ടികൾ ജോലി സമ്പാദിക്കുന്നത് നല്ലതാ. അതായത് നന്ദുവിൻ്റെ അച്ഛനാണ് പറയുന്നത്. അപ്പോൾ അനിയുടെ അമ്മ എങ്കിലും മോൾക്ക് കല്യാണമൊക്കെ നോക്കുന്നുണ്ടോ? ഇവള് മറ്റുള്ള പെൺകുട്ടികളെ പോലെയല്ല. അതുകൊണ്ട് നോക്കിയും കണ്ടുമൊക്കെയാണ് മറ്റൊരു വീട്ടിലേക്ക് പറഞ്ഞു വിടാൻ പറ്റൂ. ഞാന മോളെ കണ്ണു അടച്ച് ഏത് വീട്ടിലേക്കും വിടാം. അതുപോലെയല്ല ഇവളുടെയും നവ്യയുടെയും കാര്യം. മൂത്തവൾക്ക് പിന്നെ അത്യാവശ്യം അസൂയയും കുശുമ്പും ഒക്കെ ഉണ്ട്. ഇവൾക്ക് അങ്ങനെയൊന്നുമില്ല. തെറ്റ് കണ്ടാൽ പ്രതികരിക്കും. അതിപ്പം ഞാൻ പറഞ്ഞില്ലേ, അത് ഭർത്താവിൻ്റെ അമ്മയായാലും അമ്മായി അമ്മയായാലും എന്നൊന്നും നോക്കില്ല. എവിടെയാണെങ്കിലും തെറ്റ് കണ്ടാൽ പ്രതികരിക്കും. അങ്ങനെയുള്ളപ്പോൾ സൂക്ഷിച്ചും കണ്ടും വേണ്ടേ ഒരു പയ്യൻ്റെ കൈപിടിച്ചു കൊടുക്കാൻ. ഇവൻ പറഞ്ഞിട്ടുണ്ട് മോളൊറ്റയ്ക്ക് 4-5 ആണുങ്ങളൊക്കെ തല്ലി ഒതുക്കും എന്ന്. അപ്പോൾ അവർ രണ്ടുപേരും പരസ്പരം നോക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് അച്ഛൻ മനസ്സിൽ ചിന്തിക്കുകയാണ്, ഇവർക്ക് രണ്ടുപേർക്കും തമ്മിൽ പരസ്പരം സ്നേഹം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പിന്നെ അവൾ അവിടെ നിൽക്കാൻ മടി കാണിച്ചു. എന്നിട്ട് പറയാണ്, ഞാൻ ചേച്ചിയുടെ അടുത്തോട്ട് ചെല്ലട്ടെ. നീ എന്താടാ നന്ദുവിനെ കല്യാണം വിളിക്കാത്തേ? അത് വിളിക്കാലോ. എന്നെ കാണിക്കുന്നത് അപ്പച്ചയെയാണ്, അതായത് ജലജയെ. അപ്പോൾ അവിടേക്ക് ഒരു സ്ത്രീ വന്നിട്ട് പറയാണ്, ആ ചേച്ചി പുതിയ സാരികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. കുറേ നാളായല്ലോ നിന്നെ കണ്ടിട്ട്. ഞാനിവിടെ ഇല്ലായിരുന്നു, ഞാൻ നാട്ടിൽ പോയിരിക്കുകയായിരുന്നു. അപ്പോഴേക്കും നാനയുടെ അമ്മ അവിടെ വന്നു. അപ്പോൾ അവൾ ചോദിക്കുകയാണ്, അയ്യോ ഇതാരാ? അപ്പോൾ അപ്പച്ചി പറയാണ്, അയ്യോ ഇതൊരു തമ്പുരാട്ടിയാ, ഇവിടുത്തെ 2 മരുമക്കളുടെ അമ്മ തമ്പുരാട്ടി. വണക്കം അമ്മ. സാരിയെല്ലാം കാണട്ടെ. കേട്ടോ ചേച്ചി, ഈ വീട്ടിലുള്ളവർക്ക് വലിയ കടയിൽ പോയിട്ട് വലിയ സാരി വാങ്ങിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഞാൻ കൊണ്ടുവരുന്ന സാരിയൊക്കെ ഇവിടുത്തെ അമ്മയ്ക്കും ചേച്ചിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എന്ന് വെച്ചാൽ നിറം പോകാത്ത നല്ല പട്ടുസാരിയാണ് ഞാൻ വന്ന് കൊണ്ടു കൊടുക്കുന്നത്. അപ്പോൾ നാനയുടെ അമ്മ ഒരു സാരി എടുത്തിട്ട് പറയാൻ, നല്ല സാരിയാണ്. അപ്പോൾ അപ്പച്ചി, വെറുതെ സാരി കണ്ട് കൊതിവിട്ടിട്ടൊന്നും ഒരു കാര്യവുമില്ല. ഇത് വാങ്ങിക്കാനേ പൈസ വേണം, പൈസ. അപ്പോൾ സാരി കൊണ്ടുവന്നവരും ആദർശം ഒന്ന് പരസ്പരം നോക്കി. അപ്പോൾ എന്നിട്ട് നാനയുടെ അമ്മ പറയാണ്, ഇത് 2 സാരി നല്ല സാരിയാണ്, കൊള്ളാം. അപ്പോൾ ആദർശം ചോദിക്കുകയാണ്, അമ്മയ്ക്കിത് ഇഷ്ടപ്പെട്ടോ? കൊള്ളാം മോനെ, നല്ലതാ. അപ്പോൾ അവർ പറയാണ്, ഇത് 2ഉം ചേച്ചിക്ക് ചേരും. ഇതിന് വില എത്രയാ? വിലയൊക്കെ അതിനകത്തുണ്ട് സാറേ. അമ്മേ വില എത്രയാണെന്ന് നോക്കണ്ട. അമ്മ പിടിക്ക്, വില എത്രയാണെന്ന് നോക്കണ്ട. അയ്യോ മോനെ, ഇത് എൻ്റെ വക അമ്മയ്ക്ക് ചെറിയൊരു സമ്മാനം. താങ്ക് യു ആദർശ് മോനെ. മോളെ ഇതേ നോക്കിയേ, എൻ്റെ ആദർശ് മോനെ എനിക്ക് വാങ്ങി തന്നതാ. അപ്പോഴത്തേക്ക് അവിടെ നവ്യയും അഭിയും അച്ഛനും ഒക്കെ എത്തി. എന്നിട്ട് അവളുടെ അമ്മ പറയാണ്, ഇനിയും നല്ലതുണ്ട് മോളെ. അവർ പറയാണ്, ഇതാ എൻ്റെ മൂത്ത മോള്. തോന്നി. നവ്യ പറയാണ്, ഇതെല്ലാം എനിക്കിഷ്ടപ്പെട്ടു, ഇതിൻ്റെ പൈസ കൊടുത്തേരെ. അപ്പോൾ അഭി വിഷമിച്ചു. അപ്പോൾ അമ്മ പറയാണ്, അപ്പച്ചി പറയാണ്, നീ തോന്നിയ പോലെ സാരി എടുക്കുമ്പോൾ അതിന് കൊടുക്കാൻ വേണ്ടി എൻ്റെ മോൻ്റെ കയ്യിൽ പൈസയില്ല. അപ്പോൾ ആദർശ് പറയാണ്, കുഴപ്പമില്ല, അതിൻ്റെ കാശും ഞാൻ കൊടുത്തോളാം. അപ്പോൾ അച്ഛൻ പറയാണ്, നീ എന്തിനാ മോനെ പൈസ കൊടുക്കുന്നത്? ഇവൻ്റെ ഭാര്യ സാരി വാങ്ങിച്ചാൽ അവനല്ലേ പൈസ കൊടുക്കേണ്ടത്? മാസാമാസം 50,000 ശമ്പളമാകുന്നുണ്ടല്ലോ. പ്രത്യേകിച്ച് അവന് ചിലവൊന്നും ഇല്ലല്ലോ, പിന്നെന്താ വാങ്ങിക്കൊടുത്താൽ? ഇതിനാണെങ്കിൽ അങ്ങനെ വിലയും ഇല്ല സാർ. വിലയാണെങ്കിലും വിലയില്ലെങ്കിലും അത് അവൾ ചോദിച്ചാൽ വാങ്ങിക്കൊടുക്കണം. പ്രത്യേകിച്ച് ഈ സമയത്ത് ഭാര്യയ്ക്ക് വാങ്ങിക്കൊടുക്കേണ്ടത് ഭാര്യയെ സ്നേഹിക്കുന്ന ഭർത്താവിൻ്റെ കടമയാണ്. അപ്പോൾ അവളുടെ അമ്മ പറയാണ്, അത് സത്യ, അതിന് ഞാൻ കൊടുക്കത്തില്ല എന്നൊന്നും പറഞ്ഞില്ലല്ലോ. ഇവൻ്റെ ഭാര്യ നവ്യമോള് ഭർത്താവ് ഭാര്യയ്ക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ നീ കയറണ്ട. മനസ്സിലായോ പറഞ്ഞത്? അപ്പച്ചിയോടാണ് പറയുന്നത്. അപ്പോൾ അച്ഛൻ അത് കേട്ടപ്പോൾ അവരെണീച്ച് പോയി. അപ്പോൾ അച്ഛന് ആദർശനോട് പറയാണ്, നീ നിൻ്റെ ഭാര്യയ്ക്ക് ഒന്നും വാങ്ങുന്നില്ലേ? അവളിവിടെ ഇല്ലല്ലോ, ഉള്ളവർക്ക് വാങ്ങിച്ചു കൊടുത്താൽ പോരെ? സാരി വാങ്ങി നിൻ്റെ ഭാര്യ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കുന്നതിനും കുഴപ്പമൊന്നുമില്ല. പുതുമോടിയല്ലേ, 2 സാരി വാങ്ങിക്കൊടുക്കൂ സാറേ. അപ്പോൾ അവളോട് ആദർശ് പറയാണ്, ഇന്ന് കുറേ ചിലവായല്ലോ. അയ്യോ അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ജലജ ഏട്ടത്തിയുടെ അരിയത്ത് വന്നിട്ട് പറയാണ്, ഏട്ടത്തി, ഈ അടുത്ത സമയത്തൊന്നും ഏട്ടത്തി പുതിയ സാരി എടുത്തില്ലല്ലോ. സാധാരണ എല്ലാ മാസവും ആദർശ് ഏട്ടത്തിക്ക് സാരി എടുത്തു തരുന്നതല്ലേ. അപ്പോൾ അവർ പറയാണ്, എനിക്കൊരുപാട് സാരി ഉണ്ടല്ലോ, പിന്നെ അതിനാ പുതിയ സാരി എടുക്കുന്നത്? ഇടയ്ക്കൊക്കെ സാരിയായിട്ട് വരുന്നൊരു സ്ത്രീ ഉണ്ടല്ലോ, അവർ താഴെയുണ്ട്.
ഇവിടെ പ്രധാനമായിട്ട് അവർ വരുന്നത് ഏട്ടത്തി 2-3 സാരി എടുക്കുമല്ലോ എന്ന് കരുതിയിട്ടാ. ഇവിടെ സാരി കൊണ്ടുവന്ന് തന്നാൽ മതിയല്ലോ, ആദർശ് പൈസ കൊടുക്കുമല്ലോ. ഇപ്പം ഇതേ ഏട്ടത്തിക്കല്ല, അവൾക്ക് അവൻ സാരി എടുത്തു കൊടുത്തത്, അതും കനകയ്ക്ക്. അവൻ്റെ ഭാര്യ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവൾക്കും എടുത്തു കൊടുക്കുമായിരുന്നു ആവശ്യത്തിലധികം. ഭാര്യ ഇവിടുന്ന് പോയി. ഭാര്യയുടെ അമ്മ ഇവിടെ ഓരോരോ കാരണങ്ങൾ ഉണ്ടാക്കി നിൽക്കുക. അവളെ പിടിച്ചു നിർത്താനായിരിക്കും വീണ്ടും ഇതുപോലെ സന്തോഷിക്കുന്നത്. എന്നാലുമേ ഏട്ടത്തിക്കൊരു സാരി വാങ്ങിച്ചു മാറ്റിവെക്കാൻ അവൻ പറഞ്ഞില്ല. ജലജ പറയാണ് ആദർശിൻ്റെ അമ്മയോട്, ഞാൻ പരദൂഷണക്കാരി തന്നെയാണ്, പക്ഷെ എന്നാലും ഒരു പിടി നമ്മളെ കയ്യിൽ വേണം. ഇതിപ്പം അനന്തപുരി തറവാട്ടിൽ അവളും മക്കളും പിടി മുറുക്കിക്കൊണ്ടിരിക്കുക. ആദർശ് ഏട്ടത്തിയുടെ മുന്നിൽ പഞ്ചപുച്ഛമടക്കി നിൽക്കുന്നുണ്ടെങ്കിലും അവൻ്റെ മനസ്സ് മാറിക്കൊണ്ടിരിക്കുവാണെന്ന് വേണം കരുതാൻ. അപ്പോൾ ആദർശിൻ്റെ അമ്മ ഇപ്പുറത്തെ ഭാഗത്ത് തിരിഞ്ഞിട്ട് പറയാണ്, അങ്ങനെയെങ്കിൽ ഇപ്പം നയന പോയല്ലോ, അപ്പോൾ അവൻ പോയി വിളിച്ചു കൊണ്ടുവരണ്ടേ? അല്ലെങ്കിൽ അവൾ പോയപ്പോൾ പോകണ്ട എന്ന് പറയണ്ടേ? അതൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ടേ അവനെ എനിക്ക് ഒരു സംശയവും ഇല്ല. ആ എല്ലാം ഏട്ടത്തി ചിന്തിക്കുന്നത് പോലെ സംഭവിച്ചാൽ കൊള്ളാം. എന്ന് പറഞ്ഞ് അവരവിടുന്ന് പോയി. പിന്നെ അച്ഛനോട് അവർ പറയാണ്, അമ്മയ്ക്കുള്ള സാരിയൊന്നും ഞാൻ കൊണ്ടുവന്നിട്ടില്ല, കൊണ്ടുവന്നാൽ നല്ലത് കൊണ്ടുവന്നില്ല എന്ന് പറഞ്ഞ് എന്നെ വഴക്ക് പറയുമല്ലോ. അത് സാരമില്ല, മക്കളും കൊച്ചുമക്കളും ഒക്കെ ആയിട്ട് ഇഷ്ടം പോലെ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് ഗിഫ്റ്റും കിട്ടുന്നുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ അമ്മയ്ക്ക് സാരിയോട് വലിയ താല്പര്യമൊന്നുമില്ല. അത് പറയുമ്പോഴാണ് അവർ അവിടെ എത്തിയത്. അപ്പോൾ അവൾ പറയാണ്, ഞാൻ നിങ്ങളെ കാത്തിരിക്കുകയായിരുന്നു. ഇതങ്ങ് പിടിച്ചേ, 3 സാരിയുണ്ട്. അതിന് ഞാൻ നിന്നോട് സാരി വേണമെന്ന് പറഞ്ഞില്ലല്ലോ. ഇത് ഇഷ്ടപ്പെട്ടോ നോക്ക്. എനിക്ക് 3 സാരിയൊന്നും വേണ്ട. എങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുന്നത് ചേച്ചി? എനിക്ക് 3 സാരിയുടെ പൈസയും അയച്ചു തന്നതാ, സാരിയുടെ കളറും അയച്ചു തന്നതാ, പിന്നെ കൊണ്ടുവരാതിരിക്കാൻ പറ്റുമോ? അപ്പോൾ ആദർശ്, അതേ അമ്മേ, ഞാൻ പറഞ്ഞിട്ടാ ചേച്ചി ഇപ്പോൾ വന്നത്. അമ്മയ്ക്ക് സാരി ഇഷ്ടപ്പെട്ടോ? സാരി നോക്കിയിട്ട് അവർ പറയാണ്, നിൻ്റെ സെലക്ഷൻ അല്ലേ, മോശമാവില്ലല്ലോ. ജലജയെ തോണ്ടിയിട്ട് അവർ സാരി കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ആദർശ് പറയാണ്, എന്തായാലും ഇനി അപ്പച്ചിക്കും വിഷമമൊന്നും വേണ്ട, എടുത്തു വെച്ചത് എടുത്തോ. അപ്പോൾ അവർ പറയാണ്, അയ്യോ ഞാൻ എടുക്കാൻ വേണ്ടിയിട്ട് എടുത്തതല്ല മോനെ, അത് ഞാൻ എടുക്കാൻ വേണ്ടി മാറ്റി വെച്ചതൊന്നുമല്ല, നമുക്ക് പൈസ ഉണ്ടെന്ന് കരുതി നമ്മളെന്തിനാ വെറുതെ പൈസ കളയുന്നത്? എനിക്കിഷ്ടം പോലെ സാരിയുണ്ട്, ഒരു കട തുടങ്ങാനുള്ള സാരി. അപ്പോൾ കനക പറയാണ്, എന്നിട്ട് നേരത്തെ അങ്ങനെയൊന്നുമല്ലല്ലോ പറഞ്ഞത്. അപ്പോൾ അവർ പറയുന്നു, നീ ഒന്നും പറയണ്ട കേട്ടോ ഏട്ടത്തി, വെറുതെ 3 സാരി കിട്ടി, അതിൻ്റെ സന്തോഷത്തിലാണ് ഇവള്. എന്തായാലും ഈ ഓണത്തിന് ഈ സാരിയൊക്കെ പോരെ, എന്തായാലും തുണിക്കടയിലൊന്നും പോകണ്ടനി. ശരി സാറേ എന്ന് പറഞ്ഞ് കനക അവിടെ നിന്ന് പോയി. എന്തായാലും അവളുടെ മനസ്സ് നിറഞ്ഞു. എന്ന് വെച്ച് അവൾക്ക് സ്വപ്നം കാണാൻ കഴിയാത്ത കാര്യങ്ങളാണല്ലോ ഇവിടെ നടക്കുന്നത്. അപ്പോൾ അച്ഛൻ ആദർശിനോട് പറയാണ്, ആദർശേ നീ അതൊന്നും ശ്രദ്ധിക്കണ്ട, നയന മോളോട് ചോദിച്ചിട്ട് അവൾക്ക് ആവശ്യമുള്ള സാരിയുടെ വിവരങ്ങൾ ഇവരോട് വിളിച്ചു പറയണം. ഓണത്തിന് മുമ്പ് ഇവർ ഇവിടെ എത്തിക്കും. ഞാൻ നോക്കാമെന്നല്ല, അത് ചെയ്തിരിക്കണം. ശരി അച്ഛാ. പിന്നെ കാണിക്കുന്നത് നയനയുടെ വീട്ടിലാണ്. നയനയുടെ വീട്ടിൽ കല്യാണം വിളിക്കാൻ വന്നവരൊക്കെ വെള്ളമൊക്കെ കുടിക്കുകയാണ്. അപ്പോൾ പറയാണ്, അമ്മച്ചി, അനിയുടെ അമ്മ പറയാണ്, ഇനി കല്യാണ ലെറ്ററൊക്കെ കൊടുക്കും മോനെ. അപ്പം നയന പറയാണ്, എനിക്ക് കല്യാണത്തോട് വലിയ താല്പര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് കല്യാണം വിളിക്കാനും വലിയ താല്പര്യമൊന്നുമില്ല. ഞങ്ങളിങ്ങോട്ട് വരുന്ന വഴി 2 വീട്ടിൽ കയറിയായിരുന്നു. ആരോടും കല്യാണമാണെന്ന് പറയുന്നതന്നെ ഇളയമയാണ് പിന്നെ വിളിക്കുന്നത്. പിന്നെ അനിയോട് പറയാണ്, എടാ നന്ദുവിനെ കല്യാണം വിളിക്ക്. പിന്നെ മെല്ലെ അനി നടന്നു നന്ദുവിൻ്റെ അടുത്തേക്ക് പോയി. എന്നിട്ട് ഒരു ലെറ്റർ കൊടുത്തിട്ട് പറയാണ്, നന്ദു കല്യാണത്തിന് 2 ദിവസം മുമ്പേ വരണം, എല്ലാം ഡേറ്റും മറ്റുള്ള കാര്യങ്ങളൊക്കെ ലെറ്ററിലുണ്ട്. അപ്പോൾ അവൻ്റെ അമ്മ പറയാണ്, വരുമ്പോൾ ഇങ്ങനെ ഡെസ്പായിരിക്കരുത്, ഓടിച്ചാടി കളിക്കണം. അപ്പോഴേ മോളെ കൂടെ വിടണ്ടല്ലോ, അവിടെ പ്രശ്നമാവില്ലല്ലോ. ഇനിയിപ്പോൾ പ്രശ്നം ഉണ്ടെങ്കിലും അത് കാര്യമാക്കണ്ട. മോൾക്ക് പിന്നെ മോളെ വീട്ടിൽ വന്ന് 2 ദിവസം നിൽക്കണ്ടേ? ഏത് പെൺകുട്ടികളാണെങ്കിലും ഇപ്പോൾ അതിൻ്റെ പേരിലൊരു വഴക്കിട്ടേനെ. മോളായതുകൊണ്ടാണ് അടങ്ങി ഒതുങ്ങി നിന്നത്. പിന്നെ മോളുടെ ചേച്ചിയുടെ കാര്യം അറിയാമല്ലോ, അവൾക്ക് എങ്ങോട്ട് പോകാനും താല്പര്യമില്ല. ഇപ്പോൾ നല്ല മാറ്റമുണ്ട് അല്ലേ മോളെ? അതെ, ഇടയ്ക്കുണ്ടായിരുന്ന സംഭവങ്ങൾ ചേച്ചി പൂർണ്ണമായിട്ടും മാറ്റിയെന്ന് വേണം പറയാൻ. നയന പറയാണ്, ഇപ്പോൾ നല്ലൊരു ഭാര്യയാവാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ആ അമ്മായിയമ്മയും അബിയുമാണ് പ്രശ്നം. അബിയെ എങ്ങനെയെങ്കിലും മാറ്റിയെടുക്കാൻ പറയണം നവ്യയോട്. ജലജയുടെ കാര്യം നോക്കണ്ട, അവളിനി നന്നാവാനൊന്നും പോകുന്നില്ല. എന്നാൽ ഞങ്ങൾ പോയിട്ട് വരാം. മോളെ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, നന്ദുവിനോട് പറയാണ്. മോള് കുറച്ച് ദിവസം മുമ്പേ തന്നെ വരണം, അല്ലെങ്കിൽ പിന്നെ നയന മോള് പോരുമ്പോൾ കൂടെ പോര്.
അത് പിന്നെ അച്ഛനൊറ്റയ്ക്കാവില്ലേ? എന്നാൽ പിന്നെ അച്ഛനെയും കൂടെ കൂട്ടിക്കോ. അങ്ങനെ എന്നും വന്ന് നിൽക്കാനുള്ള തൊഴിലല്ലല്ലോ ഞാൻ ചെയ്യുന്നത്. ഇനി കുറച്ച് വീടുകളിലും കൂടി പിടിക്കാനുണ്ട്. പോയിട്ട് വരാം. ശരി ശരി. അങ്ങനെ എല്ലാവരും പോകാനിറങ്ങി. അബി ബാക്കിൽ നിന്നിട്ട് വീണ്ടും തിരിഞ്ഞു നോക്കുകയാണ്. എന്നിട്ട് പറയാണ്, സ്നേഹിക്കുന്ന പെൺകുട്ടിയെ, മനസ്സിൽ വെച്ച് ആരാധിക്കുന്ന പെൺകുട്ടിയെ കല്യാണം വിളിക്കേണ്ടി വരുന്ന ഒരു ഗതികേട് ഈ ലോകത്ത് എനിക്ക് മാത്രമേ ഉണ്ടാവൂ. അവൻ തലയാട്ടി യാത്ര ചോദിച്ചു. അവൾ ഒന്ന് ചിരിച്ചു. പിന്നെ കാണിക്കുന്നത് അനന്തപുരി തറവാടാണ്. അവിടെ മുത്തശ്ശന് മരുന്നെടുത്ത് കൊടുക്കുകയാണ്. അപ്പോൾ പറയാണ്, ഇതിലേത് മരുന്നാണ്? എന്നിട്ട് മുത്തശ്ശിയോട് പറയാണ്, മരുന്ന് ഏതാണെന്ന് അറിയില്ലെങ്കിൽ മോളെ വിളിച്ച് ചോദിക്കേ. മുത്തശ്ശൻ വിളിച്ചിട്ട് ഫോൺ മുത്തശ്ശിയുടെ കയ്യിൽ കൊടുത്തു. നയനയെ വിളിച്ചിട്ട് കാര്യം എന്ന് പറഞ്ഞാൽ മരുന്ന് ഏതാണെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ സമയത്ത് ഏത് മരുന്നാണ് മോളെ മുത്തശ്ശന് കൊടുക്കേണ്ടത്? ഒരു മഞ്ഞ ടാബ്ലറ്റ് ഇല്ലേ, അത് പകുതി കൊടുത്താൽ മതി. ശരി മോളെ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കണേ മുത്തശ്ശി. ഉറപ്പായും വിളിക്കും മോളെ. മുത്തശ്ശൻ പറയാണ്, നയന മോളില്ലാത്തത് വലിയ വിഷമായി അല്ലേ മുത്തശ്ശി? അത് പിന്നെ പറയാനുണ്ടോ? ഇവിടെ ചിലർക്ക് അത് മനസ്സിലായിട്ടില്ല. എല്ലാവരും അത് മനസ്സിലാക്കട്ടെ. അതുവരെ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ മുത്തശ്ശനോട് ചോദിക്കുകയാണ്, മോളെ കാണാതെ ഒരു ദിവസം പോലും തള്ളി നീക്കാൻ ആവുന്നില്ല അല്ലേ? അതാണ് സത്യം. പണ്ടത്തെ കാര്യം നിനക്ക് ഓർമ്മയില്ലേ? ഞാൻ ബിസിനസ് ടൂറിനൊക്കെ പോയിട്ട് വരുമ്പോൾ കൊച്ചുമക്കളെ കാണാൻ ഒരു തിടുക്കമായിരുന്നു. ഓടി വന്ന് നോക്കുന്നത് അവരുടെ മുഖമാണ്. ആ കൊച്ചുമക്കളാണ് ഇന്ന് അടുത്ത പേരക്കുട്ടികളെ തരാൻ വേണ്ടി പോകുന്നത്. എന്നാൽ അതിനു മുമ്പേ തന്നെ വീട്ടുമുറ്റത്ത് കാലത്ത് കോലം വരയ്ക്കുന്ന മരുമകളെ, അതിനുശേഷം ആവി പറക്കുന്ന ചായയുമായി വരുന്ന മരുമകളെ, ഡൈനിങ് ടേബിളിനരികിലിരിക്കുമ്പോൾ സ്വാദുള്ള ഭക്ഷണങ്ങൾ വിളമ്പുന്ന മരുമകളെ കാണാൻ പറ്റാത്തത് വലിയ വിഷമമായി. അങ്ങനെയുള്ള മരുമകളെ ഇവിടെ പലർക്കും തിരിച്ചറിയാൻ പറ്റുന്നില്ല. അതിന് തിരിച്ചറിയുന്നത് വരെ എൻ്റെ മോള് അവിടെ നിൽക്കണേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അടുത്ത ഭാഗവുമായിട്ട് ഞാൻ ഉടൻ നാളെ വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ.